ഹായ് മക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ടേംസിൻ്റെ കണക്ഷൻ എന്താണെന്ന് നോക്കാം അല്ലേ, പദങ്ങളുടെ ബന്ധങ്ങൾ. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2, 4, 6, 8, 10. ഇത് ടേംസ് ആണ്. ഇതേതാണ്? x1 അല്ലേ, ഇതോ x2, ഇത് x3, ഇത് x4, ഇത് x5 അല്ലേ. ടോട്ടൽ ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 5 ടേംസ് ഉണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ എല്ലാം സം എത്രയാണെന്ന് നോക്കാം നമുക്ക്. ഇതെല്ലാം കൂട്ടിയാൽ എത്ര കിട്ടും? 2 + 4 6, 6 + 6 12, 12 + 8 20, 20 + 10 30. അപ്പം ഇതിൻ്റെ സമ്മ് നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടി അല്ലേ. ഇതെങ്ങനെയാണ്? ഇതെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടാകുമ്പോഴാണ് നമുക്ക് 30 കിട്ടിയത് അല്ലേ. അപ്പോൾ ഇവിടെ മിഡിൽ ടേം ശ്രദ്ധിക്കുക. ഇതിൻ്റെ മിഡിൽ ടേം ഏതാണ്? 6 ആണ് അല്ലേ. ഈ 6ന് നമുക്ക് ഈ ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 1 2 3 4 5 ടോട്ടൽ 5 നമ്പർ ഉണ്ട്. മിഡിൽ ടേമിന് ഈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 × 5 എത്രയാണ്? ആൻസർ 30. ഈ സമ്മ് കിട്ടും. അപ്പം സമ്മ് കാണാനുള്ള ഈസി മെത്തേഡ് എന്താണ്? മിഡിൽ ടേമിന് ഏതിൻ്റെ കേസിൽ? ഓഡ് നമ്പറിൻ്റെ കേസിൽ. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് മിഡിൽ ടേമിന് ടോട്ടൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സമ്മ് കിട്ടും. ക്ലിയർ അല്ലേ? ഇതിൽ സമ്മ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ. ക്ലിയർ അല്ലേ? സം എന്ന് പറയുന്ന മിഡിൽ ടേമിന് ടോട്ടൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് സമ്മ് കിട്ടും. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 5, 10, 15, 20, 25. ഈ സീക്വൻസ് എടുത്താൽ എന്ത് വരും നോക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മ് എത്ര കിട്ടും? 10 + 5 15, 15 + 50 30, 30 + 20 എത്രയാണ്? 50, 50 + 25 75 അല്ലേ. ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എത്രയാണ്? 75 ആണ്. ഇതിൻ്റെ മിഡിൽ ടേം ഏതാണ്? ഇത് ഓഡ് നമ്പർ ആണ് അല്ലേ. എത്ര ടേം ഉണ്ട്? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം ആൻഡ് ഫിഫ്ത്ത് ടേം. ടോട്ടൽ 5 നമ്പർ ഉണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഏതാണ്? 15 ആണ്. ക്ലിയർ അല്ലേ? ഈ 15ന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 15 × 5 നമുക്ക് ചെയ്ത് നോക്കാം. 15 × 5, 5 5s are 25 അല്ലേ. 25ന് 5, റിമൈൻഡർ എത്രയാണ്? 2. 1 5s are 5 + 2 7. അപ്പം നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? 75 എന്ന് കിട്ടി അല്ലേ. നമുക്ക് എന്താണ് കിട്ടിയത്? ആൻസർ 75 എന്ന് കിട്ടി. അപ്പോൾ ക്ലിയർ അല്ലേ? ഇപ്പോൾ സമ്മ് കാണാൻ എളുപ്പമല്ലേ? മിഡിൽ ടേമിന്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന നമ്പേഴ്സ്, അതൊരു ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് സമ്മ് എങ്ങനെ കാണാം? മിഡിൽ ടേമിന് ടോട്ടൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സമ്മ് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ പെയർ ഓഫ് നമ്പേഴ്സ്, അതായത് ഇപ്പം 10ഉം 20 കൂടി മൾട്ടിപ്ലൈ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 10ഉം 20 കൂടി 30 ആണ് അല്ലേ. 30 എന്ന് പറയുന്ന ഈ മിഡിൽ ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മിഡിൽ ടേമിന്, അതായത് 15 × 2. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? 5ഉം 25ഉം കൂടി ചെയ്താൽ എത്ര കിട്ടും? ആൻസർ 30 ആണ് അല്ലേ. അതും മിഡിൽ ടേമിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുന്നത്? 15 × 2. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അപ്പം പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിഡിൽ ടേമിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ പെയേഴ്സ് ഓഫ് നമ്പേഴ്സ്, അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പേജ് നമ്പർ 26 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് ദി പെയേഴ്സ് ഓഫ് ടേം ഗിവൺ ബിലോ. അതിൽ സബ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേർഡ് ആൻഡ് ഫിഫ്ത്ത് ടേം. ഏത് ടേം തന്നിട്ടുണ്ട്? നമുക്ക് ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. അപ്പോൾ തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം ഇവിടെ x3 അല്ലേ, x3 ഉണ്ട്,
x4 ഉണ്ട്, പിന്നെ x5 ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഇത് രണ്ടുമാണ്. ഈ പേഴ്സ് ഓഫ് ഇക്വേഷനിൽ ഇത് രണ്ടുമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. അവിടെ x3 ഉണ്ട്, പിന്നെ എന്താ ഉള്ളത് 8 ആണ് x4, പിന്നെ ഉള്ളത് x5 അല്ലേ. അപ്പം ഈ ടേം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇത് രണ്ടിൻ്റെയും സം എന്തായിട്ട് എടുക്കാൻ പറ്റും? ഇതെന്ന് പറയുന്നത് ഈ 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ആൻസർ എത്രയാണ്? 16 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്ത് വേണം? തേർഡ് ടേം, സം ഓഫ് തേർഡ് ടേം ആൻഡ് ഫിഫ്ത്ത് ടേം. അപ്പം നമുക്ക് എന്ത് എഴുതാം? x3 പ്ലസ് x5 അല്ലേ ഈക്വൽ ടു എന്ത് വേണം? 2 ഇൻറ്റു x4 എടുക്കാം അല്ലേ. അപ്പം എന്ത് വരും? 2 ഇൻറ്റു x4 എത്രയാണ്? 8. ദാറ്റ്സ് ഈക്വൽ ടു 16. ക്ലിയർ അല്ലേ? ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സെക്കൻഡ് ആൻഡ് സിക്സ്ത്. സെക്കൻഡ് ആൻഡ് സിക്സ്ത്. അപ്പം എന്താണ് ഇവിടെയും നമുക്ക് എന്ത് എഴുതാം? x2 പ്ലസ് x6. x2 പ്ലസ് x6 അതും എന്താണ്? 2 ഇൻറ്റു x4 തന്നെയാണ് അല്ലേ. എത്ര കിട്ടും? 2 ഇൻറ്റു 8 ഈക്വൽ ടു 16. അതുപോലെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെവൻത്ത്. ഫസ്റ്റ് ആൻഡ് സെവൻത്ത് അതും നമുക്ക് തന്നെയാണ് വരുന്നത്. x1 x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുന്നത്? 2 ഇൻറ്റു x കിട്ടും. 2 ഇൻറ്റു 8 ഈക്വൽ ടു 16. ക്ലിയർ? ഓക്കെ. സം ഓഫ് തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം. തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം അല്ലേ. അപ്പം തേർഡ് ടേം ഇപ്പം x3 x4 x5 അല്ലേ. ഇതിൻ്റെ എല്ലാം സമ്മ നേരത്തെ പറഞ്ഞ നമ്മൾ ടോട്ടൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് സമ്മ കിട്ടും. ഈക്വൽ ടു 3. മിഡിൽ ടേം എന്താണ് ഇവിടെ? 4. അപ്പം 3 ഇൻറ്റു x4 എത്രയാണ്? 8. എത്രയാണ്? 3 ഇൻറ്റു 8 ആൻസർ 24. ക്ലിയർ അല്ലേ? ടോട്ടൽ നമ്പർ, മിഡിൽ ടേമിന് ടോട്ടൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സമ്മ കിട്ടി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അതിലെ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സം ഓഫ് ദി 5 ടേംസ് ഫ്രം വാട്ട് ഈസ് ദി സം ഓഫ് ദി 5 terms from the second to sixth. Second to sixth. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? x2 x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6. 1 2 3 4 5 അല്ലേ. മിഡിൽ ടേമിന് നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 ഇൻറ്റു x4 ഈക്വൽ ടു 5 ഇൻറ്റു 8 ഈക്വൽ ടു 40. നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റിയില്ലേ? 5 ഇൻറ്റു 40 5 ഇൻറ്റു 8 എത്ര? 40. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള 2 to 6 ടേം അതിൻ്റെ സമ്മ് എത്ര കിട്ടി? 40 കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുന്നത്, what is the sum of the 7 terms from the 1 to the 7th? What is the sum of the 7 terms? 7 terms from the 1st to 7th. First to 7th x plus x2 plus x3 plus x4 plus x5 plus x6 plus x7 അല്ലേ. 7 ടേംസിന്റെ സമ്മ് കാണണം. ഇതൊരു മിഡിൽ ആണ് അല്ലേ. അതിന് നമുക്ക് എന്ത് ചെയ്യണം? 7 ഇൻറ്റു x4 ആക്കിയാൽ മതി. x4 എന്ന് പറയുന്ന മിഡിൽ ടേം ആണ് കേട്ടോ. അപ്പോൾ 7 ഇൻറ്റു x4. അപ്പോൾ 7 എത്രയാണ്? 7 ഇൻറ്റു x4 എത്രയാണ്? 8 ആയിരുന്നു. അപ്പോൾ 7 8s are 56. അപ്പോൾ ഇത്രയും സിമ്പിൾ
പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.